ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ അയണൊക്കെ തീർന്നു ഗൈസ്. ഇന്ന് നമുക്ക് മാക്സിമം മൈനിങ്ങിന് പോകാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തുള്ള കേവിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. നമുക്ക് കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇറങ്ങാം ഗൈസ്. പിന്നെ ബാക്കിയുള്ളത് കോപ്പർ ആർമർ ഉണ്ടാക്കിയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഉണ്ടായിരിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് മാക്സിമം എത്ര ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും അത്ര ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, ടോർച്ച് നമുക്ക് അത്യാവശ്യം 16 ടോർച്ച് ഗൈസ് അതന്നെ മതി. മതിയാവും. ഇനി നമുക്ക് ഈ കോപ്പർക്കൊന്ന് ഊരി കെട്ടട്ടെ ഗൈസ്. ഓക്കെ, എന്നിട്ട് ഞാൻ അറിയിക്കാം ഗൈസ്. 5 ഇങ്കറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക്. ഓക്കെ, ഇത് മൊത്തം ഒരുക്കിയിട്ട് ഉണ്ടാക്കണം, അത് നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മൊത്തം ഒരുക്കിയിട്ട് അടുപ്പിച്ച് ഉണ്ടാക്കാം ഗൈസ്, അത് നല്ലത്. അപ്പോൾ ഗൈസ് ഞാനിത് മൊത്തം ഒരുക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ലാസ്റ്റത്തെ കോപ്പറാണ് ഗൈസ്. ഇതും കൂടി ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർമർ ഉണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ അതും ഉരുക്കി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് സംഭവം തുടങ്ങാം ഗൈസ്. ആദ്യം ഞാൻ എന്തായാലും ഇപ്പോൾ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട് ഗൈസ്. ആദ്യം നമുക്കൊരു പാൻറ് ഉണ്ടാക്കാം, അതുണ്ടാക്കി ഗൈസ്. ഇനിയൊരു ബൂട്ട്, ഒരു ഹെൽമെറ്റ് ഗൈസ്. ഇത്ര മതി ഗൈസ്. നമ്മളത് ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെസ്റ്റ് പ്ലേറ്റ് അയണമൊക്കെ ഉണ്ട് ഗൈസ് നമ്മൾ. പിന്നെ കോപ്പർ വെച്ച് ഹെൽമെറ്റും ബൂട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി ഗൈസ്, നല്ല ഇതായിട്ട് തോന്നുന്നു എനിക്ക്. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഒരു സ്വാഡ് ഉണ്ടാക്കാം ഗൈസ്. പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ കോപ്പറിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണേ. ഓ ഗൈസ്, സെറ്റ് നമുക്ക് നേരെ പോകാം ഗൈസ് മൈനിങ്ങിന്. ഇവിടെ അടുത്ത് എല്ലാ കേവ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം ഗൈസ്. എൻ്റെ അധികം ഹാർട്ടില്ല ഗൈസ്. മിക്കവാറും നമ്മളിപ്പോൾ ചാവും ഇവിടെ ഇറങ്ങുമ്പോഴേക്കും. ഹാർട്ട് കൂട്ടിയിട്ട് പോകണതായിരുന്നു നല്ലത് ഗൈസ്. അതെന്തോ കൂടണില്ല, എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് ഇവിടെ അടുത്തൊരു കേവ് ഉണ്ട്, ഇവിടേക്ക് തന്നെ ഇറങ്ങാം ഗൈസ്. അതെ, ഇതൊരു ചെറിയതായെന്ന് തോന്നുന്നു. ലാവൊക്കെ ഉണ്ട് ഗൈസ്. ബക്കറ്റിൽ ലാവ എടുത്താൽ ഗൈസ് നമുക്ക് നല്ലൊരു ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. അവിടെ അയ്യാനിരിക്കുന്നുണ്ട്, നമുക്ക് അത് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ലേറ്റ് ചെയ്യാം ഗൈസ്. സോംബി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ ലാവ നമ്മളെടുത്തിട്ട് അവിടെ അയണിരിക്കുന്നുണ്ട്. അവിടെ എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ട്. നമുക്ക് അയണെടുക്കാം. ഒരു സ്കെൽട്ടനാണ് ഗൈസ്. ഇതാണ് തട്ടിയുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ലേറ്റ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അവന്മാരെ കൊല്ലും ഗൈസ്. അവരോടുന്ന് വരണ പോലെ തോന്നി. വവ്വാലാണ് ഗൈസ്. അയ്യോ, ഒമ്പോ ഗൈസ്, നമ്മൾ തട്ടി ഗൈസ്. ശരിയ, അപ്പം നമ്മുടെ ഹാർട്ടൊക്കെ ഫുള്ളായിട്ടുണ്ട്. സാധനങ്ങൾ ഡിസ്പോൺ ആവാണ്ടിരുന്നായിരുന്നു ഗൈസ്. അവനെ നമുക്ക് തട്ടണം കേട്ടോ, സോംബീനെ. എനിക്ക് സൗണ്ട് കേട്ട് ഗൈസ്. പിന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല, അത് കാരണമാണ് ഗൈസ് അങ്ങനെ സംഭവിച്ചത്. മിക്കവാറും അവിടെ എത്തുമ്പോഴേക്കും ഒന്നും കൂടി ചാവാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ,
ഇപ്പം മിക്കവാറും ഡീസ്പോൺ ആയിട്ടുണ്ടാവും, നമ്മൾ ദൂരെ പോയി വന്നൂര്, അതുകൊണ്ട് മേ ബി. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഡീസ്പോൺ ആയിട്ടില്ലെന്ന് തോന്നണം. അയ്യോ, ആർമറൊക്കെ തിരിച്ചറിയട്ടെ ഗൈസ്. ഓക്കെ, അവിടെ നിന്ന് സ്കെൽറ്റനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, നമുക്ക് പണി തരും. ഓക്കെ ഗൈസ്, അവിടെ അയണിരിക്കുന്നുണ്ട്, അത് നമുക്ക് എടുക്കണം. അമ്മമാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, എന്തായാലും നന്നായി. മറ്റാൻ പോയി, നല്ല കാര്യം ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് വന്ന വഴി ഒന്നും കൂടെ തിരിച്ച് പോയി നോക്കാം. ഇവിടെ ആരുമില്ല എന്ന് തോന്നുന്നു. സ്കെൽറ്റൻ അവിടെ ഉണ്ട് ഗൈസ്, പോയില്ല. ക്രീപ്പർ എന്താ പൊട്ടി ഇവിടെ വെച്ച്, എൻ്റെ ബഗ്ഗാണെന്ന് അറിയില്ല. അമ്മേ, ഇവിടെ നൈസ് അടിയൊന്ന്. ക്രീപ്പർ എൻ്റെ ഗൈസ്, അപ്പോൾ അവൻ പൊട്ടിച്ചോളും. അതെ, സെറ്റൻ്റെ ഗൈസ്. അത് ഇവിടേക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ടോർച്ചിനില്ല, അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. മോളിൽ പോയിട്ടേ ടോർച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരാം. കോപ്പറിൻ്റെ പിക്കാക്സ് വിചാരിച്ചത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇവിടെ ഒന്നും കോളില്ല, അതാണ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കോളുണ്ട് ഗൈസ്, ഇവിടെ തന്നെ മെയിൻ ചെയ്യാം. അത് നമുക്ക് ഇൻവെൻറ്ററി വെച്ച് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ടോർച്ച് സെറ്റായിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇറങ്ങണത് സേഫാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ട്രാപ്പ് ഗൈസ്, ഞങ്ങൾ കൊടുക്കട്ടെ. നമുക്ക് ഒരു ബക്കറ്റ് വെള്ളമുണ്ട് ഗൈസ്. ഓക്കെ, അയണിരിക്കുന്നുണ്ട്, നമുക്ക് അയൺ കൊണ്ടുപോകാം ഗൈസ്. ഒരെണ്ണ ഗൈസ്, അതെന്താ ഒരെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ ഗൈസ്, അതെന്താ ഒന്നും അറിയില്ല. അവിടെ കുറച്ചിരിക്കുന്നുണ്ട്. കേട്ടോ പോയി, അയൺ പോയാ ഇല്ല ഗൈസ്, അയൺ പോയിട്ടില്ല. ഗൈസ്, നമുക്ക് ഈ വഴി തന്നെ താഴത്തേക്ക് ഇറങ്ങാം. ഗൈസ്, നമ്മൾ താഴത്തേക്ക് ഈ കോപ്പറിൻ്റെ സാധനം വെച്ചിട്ട് നമുക്ക് റെഡ് സ്റ്റോൺ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പേപ്പർ എവിടെയാണോ എന്തോ. ആരോടിക്കുന്നുണ്ടോ അമ്മേ? സ്കെൽറ്റൻ വരുന്നേ, അവനെ കൂടെ നമുക്ക് നൈസായിട്ട് തട്ടാം. നമ്മൾ തട്ടിയുണ്ട് ഗൈസ്. ടോർച്ച് കുറച്ചും കൂടി വേണ്ടി വരുന്ന തോന്നുന്നു ഗൈസ്. എന്തോ ഒരാൾ വന്ന് മൈൻഡ് ചെയ്ത് പോയൊരു ഇതിട്ട ഗൈസ്. എന്തായാലും സെറ്റായിട്ടുണ്ട്, നമുക്ക് ഉള്ളതും കൂടി എടുക്കാം ഗൈസ്. അയൺ ഇവിടെ നമുക്ക് തിരിച്ച് കയറാം. നൈറ്റ് കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്.
ഗൈസ് ഇവിടെയുള്ള അയൺ ഫുള്ളടിച്ച് മാറ്റി എന്നാണ് തോന്നുന്നത് ഗൈസ്. ഇവിടെയും കൂടി 2 ഉണ്ട്, അതും കൂടി നമുക്ക് കൊണ്ടുപോകാം. ഇത്രേ ഉള്ളല്ലോ, ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, എത്ര കിട്ടി നമുക്ക്? 15. അത് തന്നെ മതിയാവുമെന്ന് തോന്നുന്നു ഗൈസ്. ഫുൾ അയൺ ആർമർ ആവാൻ. അപ്പോൾ നമുക്ക് തിരിച്ച് കയറാം. ഓക്കെ, പിന്നെ നമുക്ക് അയ്യോ ഗൈസ് അത് പണിയായി. പിന്നെ കണ്ണാണല്ലേ ഗൈസ്, കണ്ണാണെന്നില്ല. അവിടെ കുറച്ച് വെട്ടുണ്ട് ഗൈസ്, അങ്ങോട്ടേക്ക് പോയി നോക്കാം. ആ ഗൈസ് പണി പാളി കേട്ടോ. ഞാനേ ഇവിടെ തട്ടിക്കൂട്ട് സെറ്റപ്പ് ഉണ്ടാക്കട്ടെ. നമ്മളെവിടെ നിന്നാണ് ഗൈസ് വീണേ? ഓ മൈ ഗോഡ്, എവിടെ നിന്നാണ് ഗൈസ് നമ്മൾ തെറിച്ച് വീണേ? താഴത്തേക്ക്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് വീണേ കണ്ടോ. ഞാൻ പോയിട്ടേ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം കാര്യമാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഗൈസ്. മേ ബി ഇവിടെ സ്പോണറൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം അത് വലിയൊരു കേവാണ് ഗൈസ്, വലിയൊരു കേവ്. വലുതെന്ന് പറഞ്ഞാൽ നല്ല വലുതാണ് ഗൈസ്. ഓക്കെ, ഇവിടെ എത്താറുള്ളൂ. അയൺ മാക്സിമം നമുക്ക് കൊണ്ടുപോകാം ഗൈസ്. കിട്ടുന്നതൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കുറേ അയൺ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഗൈസ്. റെസ്റ്റോൺ ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പൊട്ടിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും ഗൈസ്. റെസ്റ്റോൺ പൊട്ടിക്കാൻ പറ്റില്ല ഗൈസ്, പറ്റില്ല. സ്ലോയില് പൊട്ടണം ഗൈസ്, അത് കണ്ടാലും മനസ്സിലാവുന്നില്ല. ഗോൾഡ് പൊട്ടിക്കാൻ പറ്റും അതില്ലാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഈ പണി ചെയ്യാം. ഇവിടെ ചെന്നൈ നമുക്ക് അയൺ ഒരുക്കിയിട്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടേ സംഭവങ്ങളൊക്കെ കൊണ്ടുപോവാം. ലാവ ബക്കറ്റ് വെക്കാം ഗൈസ്. ഇത് മണ്ടത്തരായെന്ന് തോന്നുന്നു ഗൈസ്. ലാവ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മണ്ടത്തരായെന്ന് തോന്നുന്നു ഗൈസ്. ഓ മൈ ഗോഡ്, ഞാൻ മണ്ടത്തരം കാട്ടി ഗൈസ്. അത് വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഞാനിവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഗൈസ്. ഇന്നത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോബ് വന്ന് നമ്മളെ തട്ടും ഗൈസ്, അത് പണിയാവും. നമ്മളവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ വുഡ് വെച്ചൊരിക്കാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഗൈസ്. അത് ഇല്ല, നമുക്ക് വേണം പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗോൾഡ് നമുക്ക് കൊണ്ടുപോകാം. ഗോൾഡ് ഒന്ന് തന്നെ ഉള്ളൂ, അപ്പോൾ അത് കൊണ്ടുപോകാം. പിന്നെ റെസ്റ്റോൺ ഗൈസ്, റെസ്റ്റോണൊക്കെ നന്നായിട്ട് ആവശ്യം വരും. അതൊക്കെ നമുക്ക് കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ, പിന്നെ ഈ ലാപ്പീസ് കൊണ്ടുപോകാൻ ഗൈസ്. ഇരിക്കട്ടെ, എന്തായാലും വന്നതല്ലേ. ലാപ്പീസും കിട്ടി ഗൈസ്. ഇനി നമുക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. പോയിട്ടേ ഇവിടെ നിന്ന് താഴെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് എടുക്കട്ടെ കേട്ടോ. വേണ്ട, ഇവിടെ കുറച്ച് അയണുണ്ട്. ഇത് ഡീപ്പ് സ്ലൈറ്റിൻ്റെ ലെവലാണ് കേസ്. ഇവിടെ മേ ബി ഡയമണ്ടൊക്കെ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. ലാപ്പീസും കിട്ടിയിട്ടുണ്ട് കേസ് അത്യാവശ്യത്തിന്. കിട്ടുന്നത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കാം കേസ്. ആദ്യം എന്നിട്ട് വേണം പോകാൻ. ഓക്കെ, ഞാനിപ്പേ സംഭവം ഇവിടേക്ക് ഒരു ഗെയിമുണ്ട് കേസ്. അത്
എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കണ്ട ഗൈസ്, പണി പാളിയത്. അവിടെ നമുക്കേ പുറത്തേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആർമറായിട്ട് പോയാൽ മതി. ആർമറാക്കാം ഗൈസ്, ഇവിടെ തന്നെ ആർമറാക്കാം ഗൈസ്. ഒരു പാൻറ്റ് നമ്മൾ ഗൈസ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാതെ. ഓ ഇൻവെൻട്രി സ്പേസ് ഇല്ലേ? ഓ മൈ ഗോഡ്, അതിങ്ങടെ പോയാ. സ്റ്റിക്ക് നമുക്ക് കളയാമെന്ന് തോന്നുന്നു. സ്റ്റിക്ക് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിക്ക് തിരിച്ച് കയറിയല്ലോ. അപ്പം എന്ത് ചെയ്യും? നമുക്കിപ്പോൾ എന്തൊക്കെ കളയാൻ പറ്റുക? 2 പ്ലാങ്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റായി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു പാൻറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കോപ്പർ വെച്ച് കഴിഞ്ഞാൽ കോപ്പർ കിട്ടും. കോപ്പർ നഗറ്റ് ഒരിക്കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഒരിക്കാൻ ഗൈസ് സീനില്ല. ഒരു കോപ്പർ നഗറ്റായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ഗൈസ്. ഒരിക്കണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്നിട്ട് കളയാൻ പറ്റുക ഡോട്ട് ഒക്കെ കളയാം ഗൈസ്. ഇതിനൊന്നും ആവശ്യമില്ല. സെറ്റ്. നമുക്ക് എന്തൊക്കെ വേണം? ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഹെൽമെറ്റ് ഇടാം ഗൈസ്. പിന്നെ ഒരു ബൂട്ടും അത് റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോകാമല്ലോ. പോകാം ഗൈസ്, പോകാം. ഞാനിവിടെ നിന്ന് പോകാൻ പോകണം ഗൈസ്. ഓക്കെ, അയ്യോ ഇൻവെൻട്രി ഇല്ലാണ്ട് സീനാണെന്ന് തോന്നുന്നു ഗൈസ്. പണിയാൻ ചാൻസ് ഉണ്ട്. ഫർണസ് കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിള് അവിടെ കിടക്കട്ടെ അല്ലേ? അങ്ങനെയുണ്ടേ സീഡ് കളഞ്ഞിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി പോകാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ. ഇനി മുകളിൽ കയറണം ഗൈസ്. അത് പണിയാവുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് നമ്മൾ വീണ് ഓ മൈ ഗോഡ്, എവിടുന്ന് വീണ് ഗൈസ് നമ്മൾ? അത് കണ്ടുപിടിക്കണല്ലോ. ഇവിടുന്ന് നമ്മൾ വീണേ എനിക്കറിയാം ഗൈസ്. ഇവിടുന്ന് നമ്മൾ വെച്ച ടോർച്ച് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് തന്നെ വീണ്. നമുക്ക് ഈ ടോർച്ച് ഫോളോ ചെയ്ത് വീട്ടിൽ പോകാം ഗൈസ്. ഈ പണിയാണ് ഇവിടേക്കാണ് തോന്നുന്നു ഗൈസ്. കയറിക്കൊണ്ട് അവിടേക്ക്. ഓ സ്കെൽറ്റൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഉണ്ട് ഗൈസ്. ഓ മൈ എൻ്റെ പൊന്നെ, അവനെന്തിനാ ഗൈസ് നമ്മളൊന്ന് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. ഇനി നമുക്ക് മുകളിൽ കയറാം. ഇതിലേ ഞങ്ങൾ വന്ന ഗൈസ്. ഇതിലേ വന്നു ഗൈസ്. ഓക്കെ, സെറ്റ്. ഓ ചാവാണ്ട് ഇങ്ങനെയും വീട്ടിലെത്തിയാൽ മതി ഗൈസ്. എനിക്ക് അത്രേ ഉള്ളൂ. നമുക്ക് ചാവാണ്ട് വീട് പിടിക്കണം. അയ്യോ രാത്രി ഗൈസ്, പുറത്ത് രാത്രി ആയിട്ടാ. അപ്പം അതും പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സേഫാണെന്ന് എനിക്കറിയില്ല ഗൈസ്. പോവാൻ ഗൈസ്. അയ്യോ നൈറ്റാണ്, പോകണോ? ഓട്ടെ ഞാൻ വേഗം വീട് പിടിക്കട്ടെ കേട്ടോ. ഇവിടെ അടിയിൽ തന്നെയാണ് ഗൈസ് നമ്മളെ വീട്. കണ്ട കുട്ടി സോംബി പണി പാടും ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് സോണായി. ഞാനവിടെ നിൽക്കണ്ട് ഗൈസ്. പണിയാവുമെന്ന് തോന്നുന്നുണ്ട്. കുട്ടി സോംബി പണി വരും മേ ബി.
പറഞ്ഞില്ലേ പണിയായി. സാധനങ്ങൾ ഐറ്റംസൊക്കെ തിരിച്ച് കിട്ടണം. സ്കെൽറ്റൺ ഉണ്ട് കിട്ടും. അവൻ ചത്തു ഗൈസ്, അതന്നെ ഭാഗ്യം. ഇവരെല്ലാവരും ഇവിടെയുണ്ട് ഗൈസ്. അയ്യോ ക്രീപ്പർ പൊട്ടിയെന്ന് തോന്നണം ഗൈസ്. സാധനങ്ങളൊക്കെ ഡിസ്പോൺ ചെയ്യുന്നു തോന്നണം ഗൈസ്. പോയാ എല്ലാം ലേസ് പോയില്ലേ. അയണാർമാർ വീട്ടിൽ കിട്ടി ഗൈസ്. ഇത് മതി, ഫീൽഡ് കിട്ടി. ഇത് മതി. സെറ്റ്. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഇതും കൂടി കൊണ്ട് കളയണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമുക്കിനി ചെസ്റ്റ് എവിടെ വയ്ക്കും? ഇവിടെ വെച്ചാലോ? ഇവിടെ വയ്ക്കാം ഗൈസ്. റെഡ് സ്റ്റോൺ ഇവിടെ വച്ചേക്കാം, അയൺ വച്ചേക്കാം. ഫർണസ് ഇവിടെ ഒക്കെ വച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തി വെച്ച ലാവയുടെ അത് കിട്ടും ഇവിടെ. എനിക്കൊന്നറിയണം. ലേസ് പണിവാളി. ഇനി ഗോൾഡ് വെച്ചേക്കാം, ലാപ്പീസ് വെച്ചേക്കാം ഗൈസ്. അതൊക്കെ ആവശ്യം വരും. കോപ്പർ, ആർമർ, നമ്മുടെ പഴയ ആർമർ. അതിലെ ബാൻസ് ഒന്നും പോയിട്ടോ പഴയ ആർമറിലെ. ഇപ്പോൾ കിട്ടുന്നുണ്ട്. ലെതർ കുറേ സാധനങ്ങൾ കിട്ടി ഗൈസ്. അതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഗൈസ്. എന്നിട്ട് ഡയറക്റ്റൊക്കെ കഴിയുന്നുണ്ട്. ഏരോസ് വെച്ചേക്കാം, ഫുഡ് ഇരുന്നിട്ട്. ഓക്കെ ഗൈസ്, ഇത്ര സാധനങ്ങൾ തന്നെ മതിയാവില്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ.